കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. നിങ്ങൾക്ക് ഏതാണ്ട് ഒരേ രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു മാറ്റം വരട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൂടെ ഒഴുകുന്ന പെരിയാറിൻ്റെ തീരത്തുള്ള കടവിൽ വന്നിരിക്കുന്നത്. പിന്നെ എൻ്റെ വീഡിയോൻ്റെ താഴെ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം, എന്തുകൊണ്ടാണ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ചേഞ്ച് ചെയ്യാത്തതെന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയും അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയ്ക്ക്, എൻ്റെ പുതിയ വീഡിയോയ്ക്ക് പുതിയ ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവരാമെന്നുള്ള തീരുമാനത്തിൽ എൻ്റെ പെരിയാറിൻ്റെ തീരത്തുള്ള കടവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയാൻ വന്ന വിഷയം ഇതൊന്നുമല്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഹിന്ദു പത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജിൽ ഒരു വാർത്ത കണ്ടിരുന്നു. എന്തുകൊണ്ടാണ് BJPക്ക് തമിഴ്നാട്ടിൽ വേരുറക്കാത്തതെന്നുള്ളത്. അതിന് ഒരുപാട് കാരണങ്ങൾ ആ ലേഖനത്തിൽ പറയുന്നുണ്ട്. അതൊന്നും മുഴുവൻ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നില്ല. പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ പറയാം. നിങ്ങൾക്കറിയാവുന്നതാണ്, 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അതിനുശേഷം ഏതാണ്ട് 60കളുടെ മധ്യകാലം വരെ കോൺഗ്രസിന് ശക്തമായിട്ടുള്ള വേരുണ്ടായിരുന്ന കാലമായിരുന്നു തമിഴ്നാട്ടിൽ, കാമരാജൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്. അതിനുശേഷമാണ് ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന പാർട്ടി പൊങ്ങി വരുന്നതും പിന്നീട് അവിടെ ശക്തമായിട്ടുള്ള സംവിധാനം അവർ ഒരുക്കുന്നതൊക്കെ. അതേ സമയത്ത് തന്നെയാണ് MGR സിനിമ വിട്ട് പുതിയ പാർട്ടി രൂപീകരിക്കുന്നത്, AIADMK. അതിനുശേഷം ആ രണ്ട് പാർട്ടികൾ മാത്രമാണ് തമിഴ്നാട്ടിൽ ഭരിച്ചിട്ടുള്ളത്. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം BJPക്ക് അവിടെ വേരുറക്കാത്തത്. പിന്നെ അതിനകത്ത് ആ ലേഖനത്തിൽ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. ഇനി ഒരു പക്ഷേ AIADMKക്ക് അത്ര ശക്തമായിട്ടുള്ള വേരവിടെ ഉറച്ചില്ലായിരുന്നെങ്കിൽ, കോൺഗ്രസ് ആയിരുന്നു ആ സ്ഥാനത്ത് ഉണ്ടായിരുന്നെങ്കിൽ, ഒരു പക്ഷേ BJPക്ക് കോൺഗ്രസിനെ ഈസി ആയിട്ട് തുടച്ചു നീക്കി അവർക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഓപ്പോസിഷൻ പാർട്ടിയെങ്കിലും ആവാനുള്ള ചാൻസുകൾ ഉണ്ടായിരുന്നു എന്നാണ് ആ ലേഖനത്തിൽ പറയുന്നത്. അത് ചിലപ്പോൾ ഒരുപക്ഷെ സത്യമായിരിക്കാം, അല്ലെങ്കിൽ സത്യമല്ലാതായിരിക്കാം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണേ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതൊരു ബൈ.